വെൽക്കം ടു KNTILA ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കെമിസ്ട്രി ചാപ്റ്ററിലെ ഡൈഹൈഡ്രജൻ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡൈഹൈഡ്രജൻ എങ്ങനെ നിർമ്മിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് ആസ് യൂഷ്വൽ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷണശാല നിർമ്മാണം എന്നുള്ളതാണ് നമ്മളോട് ഉപയോഗിക്കുന്ന മെത്തേഡ്. അതായത് ലബോറട്ടറി മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡൈഹൈഡ്രജനെ നമ്മൾ നിർമ്മിക്കുന്നത്. ആ മെത്തേഡ് എന്താണെന്നുള്ളതാണ് നമുക്കിവിടെ പറയുവാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ എന്നുള്ളതാണ് ഈ പരീക്ഷണശാല നിർമ്മാണത്തിലുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പോയിന്റ് അപ്പോൾ ഇതാണ് റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ. അതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് ആസിഡും അതുപോലെ തന്നെ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ലോഹത്തിനെയാണ് മെറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിൻ്റെയും മലയാളം വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുക കേട്ടോ. ഞാൻ എഴുതുമ്പോൾ ഇംഗ്ലീഷിലും കൂടി എഴുതുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പിള്ളേരുണ്ടെങ്കിൽ ആർക്കും കൂടി ഇത് മനസ്സിലായിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷണശാല മെത്തേഡിൽ ഡൈഹൈഡ്രജൻ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റലിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് മെറ്റൽ പ്ലസ് ആസിഡ് ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജനറലി എന്തായിരിക്കും? നമുക്കൊരു സോൾട്ടും കിട്ടും, അതുപോലെ തന്നെ H2 എന്ന് പറയുന്ന ഗ്യാസും വാതക രൂപത്തിലുള്ള H2വും നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ആസിഡ് ലോഹവുമായി പ്രതിപ്രവർത്തിപ്പിക്കാൻ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം ഹൈഡ്രജനൊക്കെ നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിലവ് കൂടുതലാണ്, കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. മെറ്റൽ പ്ലസ് ആസിഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സോൾട്ട് പ്ലസ് H2 ആണ് ഫോം ചെയ്യുക. മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹമാണ്, ആസിഡ് തന്നെ, സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് എന്ന് പറഞ്ഞ പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സിങ്ക് എന്ന് പറയുന്നത് സോളിഡ് ഫോമിലുള്ള സിങ്ക് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. സോളിഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഖരാവസ്ഥയിലുള്ളതാണ് ഈ സോളിഡ് എന്ന് പറയുന്നത്. ഈ സോളിഡിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്യുന്നത്? ഡൈല്യൂട്ട് HCl ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിയാക്ഷൻ നടക്കുവാനായിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എന്തായാലും H2 നമുക്കിവിടെ കിട്ടണം. അപ്പോൾ ഇവിടെ H2 നമുക്കിവിടെ കിട്ടി. ഓക്കെ, പിന്നെ ഇവിടെ ബാക്കി ആരുള്ളത്? Cl എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെ Zn എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് വരുന്നു? ZnCl2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്കിവിടെ ഫോം ചെയ്യും. അപ്പോൾ ഡയലൂട്ട് HCl എന്ന് പറയണമെങ്കിൽ അതൊരു അക്വസ് ഫോമിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ZnCl2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്വസ് ദ്രാവക രൂപത്തിലാണ്. H2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഗ്യാസ് അല്ലെങ്കിൽ വാതക രൂപത്തിലായിരിക്കും നമുക്ക് അവിടെ കിട്ടുക എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, രണ്ട് ക്ലോറിൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Zn പ്ലസ് എന്ത് പറയാൻ പറ്റും? 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതാണ് പരീക്ഷണശാല മെത്തേഡിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ കുറച്ചും കൂടി സെഡിൻ്റെ സ്ഥാനത്തിന് ക്ലോറിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ റിയാക്ഷനെ ഇങ്ങനെയും കൂടി എഴുതാം. Zn പ്ലസ് 2H പ്ലസ് ഗീവ്സ് എന്തായാലും മാറും Zn2 പ്ലസ്
പ്ലസ് എന്ത് വരും H2. ഈ ഒരു മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ Zn പ്ലസ് 2H പ്ലസ് ദെൻ ഇവിടെ H2 തരും, ഇവിടെ ആരോ ഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഇപ്പോൾ ചോദിക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയണം എന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നമുക്കിവിടെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ Zn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ സിങ്ക് തരികളാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സിങ്ക് തരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാന്യൂൾസ് ആണ്, പൊടികളാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, H2 ഫോം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയല്ലോ? അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റിയാക്ഷൻ മെക്കാനിസം നമുക്ക് പഠിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.